നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അഖറബു മാ യകൂനുൽ അബ്ദു ലിറബ്ബിഹി വഹുവ സാജിദുൻ. ഒരടിമ ഏറ്റവും കൂടുതൽ അല്ലാഹുവുമായി അടുക്കൽ സുജൂദിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുജൂദിലാണ് ഒരടിമ ഏറ്റവും കൂടുതൽ അല്ലാഹുവുമായിട്ട് അടുക്കൽ. നമ്മൾ എത്ര പേര് സുജൂദിൽ കൂടുതൽ കടന്നിട്ടുണ്ട് ചിന്തിക്കുക സഹോദരൻ. നമ്മളൊക്കെ നിസ്കാരക്കാരാണല്ലോ, വലിയ നിസ്കാരക്കാരും വലിയ വലിയ അമൽ ചെയ്യുന്നവരുമാണെന്ന് സ്വയം ഗരിമ നടിക്കുകയും ഗീർവാണം മുഴക്കുകയും അവകാശവാദം ഉന്നയിക്കുകയും 10 പേരെ കാണുമ്പോൾ 100 മസലകൾ പറഞ്ഞവരെയൊക്കെ ഞെട്ടിക്കുകയും ചെയ്യുന്ന കൗമാണ് നമ്മൾ. ഒരു ഉംറ നിർവഹിച്ചാൽ മതി, ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമായിട്ട് അത് പറഞ്ഞിങ്ങനെ നടക്കും ആളുകളോട്. അതിന്റെ എല്ലാ പവിത്രതയും മഹത്വവും നഷ്ടപ്പെടുന്ന നിലയ്ക്ക് സകല പരിപാടിയും പറയും. 10 വട്ടം ഹജറുൽ അസ്വദ് മുത്തി എന്നുൾപ്പെടെ തള്ളി മറിക്കും. ഇങ്ങനെ വിടലിട്ടുകൊണ്ടിരിക്കും. ഇതാണ്, അതാ ഒരു കാര്യം ചെയ്താൽ മതി, ആ കാര്യം ചെയ്യുന്നതിലേക്ക് എത്തിയിട്ട് പോലും ഉണ്ടാവില്ല, എന്നാലും വർത്താനം പറയുന്നതിന് ഒരു കുറവുണ്ടാവില്ല. അത്രയേറെ വലിയ ഗരിമ പറയുന്നവരാണ് നമ്മൾ. എത്ര പേര് സുജൂദിൽ ദീർഘമായി കടന്നിട്ടുണ്ട്. ഒരടിമ ഏറ്റവും കൂടുതൽ അല്ലാഹുമായിട്ടടുക്കൽ സുജൂദിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സുജൂദിൽ കടക്കുമ്പോഴേ ഉള്ളൂ. കാരണം പരിപൂർണമായ വിധേയത്വമാണ്. നമ്മുടെ തല പരിപൂർണമായി കുനിച്ച് നമ്മുടെ നെറ്റിത്തടവും മൂക്കും അല്ലാഹുവിലേക്ക് സമർപ്പിച്ച് വിരലുകൾ സമർപ്പിച്ച് റബ്ബിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്ത് അങ്ങനെ കടക്കുക. ഇതാണ് ഏറ്റവും കൂടുതൽ അല്ലാഹുമായിട്ടുള്ള അടുപ്പം സമ്മാനിക്കുന്നത്. നമ്മളിൽ എത്ര പേര് അതങ്ങനെ ഉണ്ടായിട്ടുണ്ട്? ഫർള് നിസ്കാരത്തിൽ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഇമാമ് വളരെ ലഘൂകരിച്ചായിരിക്കും നമസ്കരിക്കുക. മൗമൂമിങ്ങളെ പരിഗണിച്ച് സുജൂദ് ദീർഘിപ്പിക്കാൻ പറ്റൂല. ഇമാമിനോടൊപ്പം തുടർച്ചയെ സഹീഹാകണമെങ്കിൽ തന്നെ 3 ഫർളുകൾ കൊണ്ട് പിന്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കൂടുതലായി എന്ത് പാടില്ല, നമുക്കും സുജൂദ് ദീർഘിപ്പിക്കാനും പറ്റൂല. 3 ഫർളുകളേക്കാൾ ഇമാമിനേക്കാൾ എന്താനും പാടില്ല, പിന്താൻ പാടില്ല. ഒരു ഫർളിനേക്കാൾ മുന്താനും പാടില്ല. അത് ശ്രദ്ധിക്കണം. മിക്ക ആളുകളും ഇമാമു അല്ലാഹു അക്ബർ എന്ന് സുജൂദ് പറയുമ്പോൾ തന്നെ ഇവൻ സുജൂദിലെത്തി, മുസ്ലിയാരെന്ന് പറയും, സുജൂദിലെത്തി കഴിഞ്ഞു. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇമാമു സുജൂദിൽ നിന്ന് കൊണ്ട് എഴുത്ത് അല്ലാഹ് എന്ന് പറയുമ്പോൾ ഇവനോട് ഒന്ന് കൈ കെട്ടി, ഇവൻ ഫാത്തിഹ ആറായി, ഇമാമു വരുന്നുള്ളൂ. അങ്ങനെ മുന്താൻ പാടില്ല. മുന്തിയ നിസ്കാരം ബാത്തിലാണ്. അല്ലാഹു മുളക്കാക്കട്ടെ. ഇമാമിനേക്കാൾ ഒരു ഫർള് കൊണ്ട് പോലും മുന്താൻ പാടില്ല, നിസ്കാരം പോകും. പറഞ്ഞാൽ ആ ഖുദുവത്ത് സഹിയാവൂല, തുടർച്ച പോകും. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. അതേ സമയത്ത് 3 ഫർളിനേക്കാൾ പിന്താനും പാടില്ല. ഉദാഹരണത്തിന് ഇവൻ നേരത്തെ വന്ന ഇമാമിനോടൊപ്പം തുടർന്ന വ്യക്തിയാണ്. നേരത്തെ വന്ന് നിസ്കരിക്കുന്നവനാണല്ലോ മഅ്മൂം എന്ന് പറയാം, നേരത്തെ വന്ന് കൈകെട്ടി നിസ്കരിക്കാം. പിന്തി തുടർന്നവനാണ് മസ്ബൂക്ക് എന്ന് പറയാം. ആദ്യമേ ഉണ്ട്. അപ്പൊ ഫാത്തിഹ സൂറത്ത് ഓതേണ്ടവനാണ്. ഇവൻ ഓതിയൊന്നുമില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി കഥ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ഇമാമ റുക്കോയിൽ പോയി. അപ്പോഴാണ് ഇവൻ പെട്ടെന്ന് ഓർക്കുന്നത് അല്ലാഹു ഫാത്തിഹ ഓതിയില്ല. ഫാത്തിഹ ഓതണമല്ലോ. ഷാഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബി ഫാത്തിഹത്തുൽ കിതാബി എന്നാണ് ഹദീസ്. ഫാത്തിഹ ഓതാത്തവന്റെ നിസ്കാരം സ്വീകരിക്കൂല. എല്ലാ നിസ്കാരത്തിലും ഓതണം. ഇമാമിനോടൊപ്പം നിസ്കരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമാമും മഅ്മൂമുമായി നിസ്കരിച്ചാൽ പോലും, തറാവിഹ് നിസ്കരിക്കുമ്പോൾ പോലും മഅ്മൂമായി നിൽക്കുന്നവരും ഓതൽ നിർബന്ധമാണ്, ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഇതൊന്നും മിക്ക ആളുകളും അറിയില്ല, ശ്രദ്ധിക്കലുമില്ല. വെറുതെ ഇങ്ങനെ കൈകെട്ടി നിൽക്കും. ഷാഫി മദ്ഹബിൽ നിർബന്ധമാണ്. ഫാത്തിഹ ഓതിയില്ല നിസ്കാരം ശരിയാവൂല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഫാത്തിഹ ഓതാതെ അങ്ങനെ നിന്നു. ഇമാം റുക്കുയിലേക്ക് പോയി. അപ്പൊ ഇവൻ പെട്ടെന്ന് ഓർത്തു അല്ലാഹ് ഫാത്തിഹ ഓതിയില്ല. അപ്പൊ ഫാത്തിഹ ഓതണം. കാരണം ഇവൻ ആദ്യം മുതലേ വന്നവനാണ്. പിന്തി തുടർന്നവനാണെങ്കിൽ അവൻ വന്നു അവിടെ കൈ കെട്ടുമ്പോൾ തന്നെ ഇമാം റുക്കുയിലേക്ക് പോയി. ഫാത്തിഹ ഓതാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഇമാം റുക്കുയിലേക്ക് പോയി. എങ്കിൽ അവന്റെ ഫാത്തിഹ ആര് വഹിക്കും? ഇമാമു വഹിക്കും. ഇമാമിന്റെ ഫാത്തിഹ അവന്റെ ഫാത്തിഹയായിട്ട് കണക്കാക്കപ്പെടും. അവന് പ്രശ്നമാക്കണ്ട. അവൻ നേരെ റുക്കൂയിലേക്ക് പോയി സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഇമാമിനോടൊപ്പം അനക്കമടങ്ങി പറയാൻ പറ്റിയാൽ അവനെന്ത് കിട്ടും? ആ നമസ്കാരത്തിന്റെ റക്അത്ത് അവന് ലഭിക്കുന്നതാണ്. ആ റക്അത്ത് തന്നെ അവന് കിട്ടും. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, അനക്കമടങ്ങണം. പലപ്പോഴും നമ്മൾ എങ്ങനെ ചെയ്യാം, നേരെ വന്ന് കൈകെട്ടി നമ്മുടെ റുക്കൂയിലേക്ക് പോകുമ്പോൾ തന്നെ ഇമാമു സമി അല്ലാഹു ഇവന്റെ അനക്കമടങ്ങുന്നതിന് മുമ്പ് ഇവൻ അങ്ങോട്ട് പോലുള്ള പോക്കിൽ അങ്ങ് ചെല്ലുക സുബ്ഹാന റബ്ബിയൽ അദീം. ആ പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇമാം അപ്പൊ സമി അല്ലാഹു ഹമീദ് പറഞ്ഞു. അപ്പോൾ ഇവൻ മനസ്സുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ റക്അത്ത് കിട്ടി ഇവൻ തന്നെ സുബൂത്താക്കിയിരിക്കുക. അങ്ങനെയാണ് ഇപ്പൊ നടന്നു വരുന്നത്. ഇമാമ റുക്കൂയിലേക്ക് പോകുന്ന ഉദാഹരണം പറയാൻ, നേരത്തെ വന്നവനാണ് ഇവൻ. ഇമാമ റുക്കൂയിലേക്ക് പോയി, ഇവൻ ഫാത്തിഹ ഓതിയില്ല. ഇവൻ അങ്ങനെ ഫാത്തിഹ
ഓതാൻ വേണ്ടി നിൽക്കാം. ഏതുവരെ നിൽക്കാം? ഇമാം റുക്കോയിലേക്ക് പോയി ഒരു ഫർളായി, ഇമാമിന് ഇഅ്തിദാലിലേക്ക് വന്നു രണ്ടാമത്തെ ഫർളായി, ഇമാം സുജൂദിലേക്ക് വന്നു മൂന്നാമത്തെ ഫർളായി. ഈ മൂന്നാമത്തെ ഫർളിൽ നിന്ന് ഇമാം ഇടയിലെ ഇരുത്തത്തിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് ഇവൻ എന്ത് വരേക്ക് വന്നിരിക്കണം? റുക്കോയിലെങ്കിലും വന്നിരിക്കണം. റുക്കോയിലേക്ക് വരണം, ഫാത്തിഹ ഓതി തീർത്തിട്ട് അത്ര സമയം വരെ പിന്തം അനുവദനീയമാണ്. പിന്തണോന്നല്ല, പിന്തൽ അനുവദനീയമാണ്. ഇപ്പൊ ഫാത്തിഹ ഓതാൻ വേണ്ടി മറ്റൊക്കെ ഇവന് പിന്തൽ അനുവദനീയമാണ്. അത് കഴിഞ്ഞ് 3 ഫർദിനേക്കാളും പിന്തൽ എന്താണ്? മനഃപൂർവ്വം പിന്താൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം. അപ്പൊ റുക്കോയിലേക്കെങ്കിലും എത്തുക. അപ്പൊ ഇമാം ഇടയിലെ ഇരുത്തത്തിൽ നിന്ന് അടുത്ത സുജൂദിലേക്ക് വരുന്നു. അപ്പൊ ഇമാം സമീഅ അല്ലാഹു ലമൻ ഹമിദ പറഞ്ഞു പതുക്കെ എന്താ ചെയ്തു? സുജൂദിലേക്ക് വന്നു. അങ്ങനെ ഇമാമിനോടൊപ്പം പതുക്കെ വന്ന തഹിയ്യാത്തിൽ വന്ന് കൂടും. ഈ ഒരു രീതി അവലംബിക്കാൻ പറ്റും. ഇപ്പൊ ഖുനൂത്ത് ഓതുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ നമ്മൾ മക്കത്ത് പോയി, അപ്പൊ അവിടെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഹറം ഷരീഫിൽ മദ്ഹബ് വേറെയാണ്, അവിടെ ഖുനൂത്ത് നടക്കാൻ. അപ്പൊ നമ്മൾ ഖുനൂത്ത് ഓതാതെ പോകരുത്. ഷാഫി മദ്ഹബിന്റെ അഹ്ലുകാർ നമ്മൾ വേഗം ഖുനൂത്ത് ചുരുക്കി ഓതണം. ഖുനൂത്ത് ഫുൾ ഓതിയില്ലെങ്കിലും അതിന്റെ ചുരുക്കിയ ഭാഗമെങ്കിലും കുറഞ്ഞ ഭാഗമെങ്കിലും ഓതണം. അല്പമെങ്കിലും ഓതിയിട്ട് വേണം ഇങ്ങോട്ട് പോകാൻ, സുജൂദിലേക്ക് പോകാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മസലയാണ്. ഞാനൊരു മസല പറഞ്ഞപ്പോൾ ഒന്ന് തീർത്തു പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഫർളുകളെ നമ്മൾ ഗൗനിച്ചിരിക്കണം. ഓരോ ഫർളുകളിലും അനക്കമടങ്ങലുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വരിന അസർ നമസ്കാരത്തിന്റെ സമയത്ത് നബി തങ്ങളുടെ ചാരത്തേക്ക് വരുകയാണ്. സഹാബത്ത് മുഴുവനും നമസ്കരിച്ചിട്ട് നിലകൊള്ളവേ അദ്ദേഹം വന്നുകൊണ്ട് നമസ്കരിച്ചിട്ട് നബി തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് സലാം പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കിയിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, സല്ലി ഫഇന്നക ലം തുസല്ലി, മോനെ നീ നിസ്കരിക്കണം, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വഹാബത്ത് എല്ലാവരും കണ്ടതാണ് നിസ്കരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തോടാ പറയുന്നത്, മോനെ നീ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്കും. അദ്ദേഹം വീണ്ടും പോയി വുളു എടുത്തു, നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് വീണ്ടും വന്ന് നബി അടുക്കൽ സലാം പറയുന്നു. ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സല്ലി ഫഇന്നക ലം തുസല്ലി, നിസ്കരിക്കണേ നീ നിസ്കരിച്ചിട്ടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 പ്രാവശ്യമായി വീണ്ടും അദ്ദേഹം പോവുകയാണ്, വുളു ചെയ്യുകയാണ്, നിസ്കരിക്കുകയാണ്. 3ാമത്തെ വട്ടവും റസൂലുള്ളാഹിയുടെ ചാരത്ത് വന്നുകൊണ്ട് സലാം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സല്ലി ഫഇന്നക ലം തുസല്ലി, നിസ്കരിക്ക് മോനെ നീ നിസ്കരിച്ചിട്ടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 വട്ടം നമസ്കരിച്ചിട്ട് 4ാമത്തെ വട്ടം വന്നുകൊണ്ട് സലാം പറയുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കിയിട്ട് പറയുകയാണ്, നിസ്കരിക്കണേ നീ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബി ഒരേ പറഞ്ഞു അത്രേ, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഇതിനേക്കാൾ മെച്ചമായ രീതിയിൽ എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല ഹബീബേ, അറിയില്ല ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അദ്ദേഹത്തിന് നിസ്കാരത്തിൻ്റെതാകുന്ന മഹത്വം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരന്മാര് പഠിച്ചു വെക്കേണ്ടതായ അധ്യാപനമാണ്. ചെറുപ്പക്കാരെ ശ്രദ്ധിക്കേണ്ട പാഠമാണ്, പാഠമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്, ഇദാ ഖുംത ഇല സ്വലാഹ്, നീ നമസ്കരിക്കാൻ വേണ്ടി നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കൊണ്ട് ഫാത്തിഹ സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഫഖറ മാ തയസ്സറ മിനൽ ഖുർആൻ, നിനക്ക് എളുപ്പമുള്ള ഭാഗങ്ങളിൽ നിന്ന് ഖുർആനിൽ നിന്ന് ഓതണേ, പാരായണം ചെയ്യണേ. സുമ്മ റകഅ, പിന്നെ നീ റുകൂഅ് ചെയ്യണേ. ഹത്താ തത്മഇന്ന റുകൂഇൽ നീ അനക്കമടങ്ങൽ നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. റുകൂഇൽ വന്ന് അനക്കമടങ്ങിയതിനു ശേഷം നീ ചൊല്ലണേ, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പിന്നെ നീ ഇഅ്തിദാലിലേക്ക് വരണേ. ഇഅ്തിദാലിൽ വന്ന് അനക്കമടങ്ങിയതിനു ശേഷം നീ ചൊല്ലണേ, റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ മാ ശിഅത മിൻ ശൈഇൻ ബഅദു. മസ്ജുദ്, പിന്നെ നീ സുജൂദ് ചെയ്യണേ. ഹത്താ തത്മഇന്ന സാജിദാ,
സുജൂദിൽ നീ അനക്കമടങ്ങണേ. എന്നിട്ട് നീ ചൊല്ലണേ റബ്ബ് അല്ലാഹ് സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി. പിന്നെ നീ സുജൂദിൽ നിന്ന് ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് നീ ഇരിക്കണേ. പിന്നെ നീ ഇരിക്കണം ഹത്താ തത്മഇന്ന ജാലിസാ. ആ ഇരുത്തത്തിൽ നീ അനക്കമടങ്ങിയതിനു ശേഷം 7 വലിയ ദുആ നീ ചെയ്യണേ. രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം ഏറ്റവും കുറഞ്ഞ സമയം. പക്ഷേ 7 വലിയ ദുആ ഉണ്ട് ഇവിടെ. നമ്മളിൽ പല ആളുകളും ശ്രദ്ധിക്കുന്നില്ല. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ പ്രാർത്ഥനയുടെ ഇടമാണ് നിസ്കാരമെന്നറിയണേ. നീ അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമസ്കാരത്തിന് വേണ്ടി ഒരടിമ നിന്നാൽ അവൻ അല്ലാഹുവുമായി മുനാജാത്ത് നടത്തുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. റബ്ബുമായുള്ള രഹസ്യമായ ഭാഷണമാണ്. എന്ത് പറഞ്ഞാലും സ്വീകരിക്കപ്പെടുന്നതാകുന്ന തലമാണ്. ആ നിസ്കാരത്തിൽ ഒരു സത്യവിശ്വാസി ദുആ ചെയ്യുകയാണ്. അറിയാതെ പോകരുതേ ഉമ്മ, അറിയാതെ പോകരുതേ വാപ്പാ. അത്തഹിയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ നീതാ ഒന്നാമത്തെ തഹിയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇരുന്നുകൊണ്ട് പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. 7 വലിയ പ്രാർത്ഥനയാണ്. റബ്ബി ഗ്ഫിർലി. അല്ലാഹുവേ, ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ് അല്ലാഹ്. എന്റെ പാപങ്ങളെങ്കിലും നീ പൊറുക്കണേ അല്ലാഹ്. വർഹംനി, എനിക്ക് നീ കരുണ ചൊരിയണേ അല്ലാഹ്. നിന്റെ കാരുണ്യത്തിന്റെ കവാടം എന്റെ മേൽ തുറക്കണേ അല്ലാഹ്. വജ്ബുർനി, എന്റെ കാര്യങ്ങൾ പരിഹരിക്കണേ അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങളിലൂടെ നടന്നു പോകുന്നവനാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ജീവിച്ചു പോകുന്നവളാണ്. എന്റെ പ്രയാസങ്ങളെ പരിഹരിച്ചു നൽകണേ അല്ലാഹ്. വർഫഅനി, എനിക്ക് നീ ഉയർച്ച നൽകണേ അല്ലാഹ്. ദുനിയാവിൽ എന്നെ താഴ്ത്തിക്കെട്ടാൻ ഒരുപാട് ആളുകളുണ്ട്. ഈ ദുനിയാവിലും ആഖിറത്തിലും നീ വിചാരിച്ചാൽ എനിക്ക് ഉയർച്ച നൽകാമല്ലാ. വർഫഅനി, എന്നെ നീ ഉയർത്തണേ അല്ലാഹ്. ഒരു സത്യവിശ്വാസി അവന്റെ നമസ്കാരത്തിൽ പ്രാർത്ഥന നടത്തുകയാണ്. വർസുഖ്നി, അഞ്ചാമതായി വീണ്ടും അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, എനിക്ക് നീ റിസ്ക് നൽകണേ അല്ലാഹ്. വിഭവങ്ങളെ അധികരിപ്പിക്കണേ അല്ലാഹ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, നല്ല വീട്, നല്ല വാഹനം, നല്ല ജോലി, എല്ലാ കാര്യങ്ങളും തുറന്നു വിഭവങ്ങൾ എന്നാണ് അതിനർത്ഥം. ഇതൊക്കെ നമ്മൾ ചോദിക്കുകയാണ്. എവിടെ? നിസ്കാരത്തിൽ ഇടയിലുള്ള ഇരുത്തത്തിൽ. ആര് ചോദിക്കും? നമ്മളെ കൂടി ഇരിക്കും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കാൻ. ഇതപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് 7 വലിയ ദുആ ആണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നമസ്കാരത്തെ നിസ്സാരമായി കാണരുത്. ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ നിസ്കാരം ഇതുവരെ എങ്ങനെ ആയിരുന്നു എന്നുള്ള ചിന്ത ഓരോ ഉമ്മമാരും മനസ്സിലായിക്കോ. റമദാൻ വരെയാണ്. നമ്മൾ ഇനി നിസ്കാരത്തിലേക്ക് മുഴുകാൻ പോവാൻ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഇതിന്റെയൊക്കെ അർത്ഥം മനസ്സിലായിക്കോ. അല്ലാഹുവേ വർസുഖ്നി, രാപ്പകലില്ലാതെ ഞാനും എന്റെ ഭർത്താവും എന്റെ മക്കളും ഓടുകയാണ്. എന്റെ ഭർത്താവ് പ്രവാസ ലോകത്തിനാ കഷ്ടപ്പെടുന്നത്. എന്റെ ഭർത്താവ് നാട്ടിൽ പ്രയാസപ്പെടുന്നത് ഈ റിസ്കിന് വേണ്ടിയാണ് അല്ലാഹ്. ഈ അരച്ചാൻ വയറ് നിറയ്ക്കാൻ വേണ്ടി അല്ലാഹ്. എനിക്ക് നല്ല ഖൈറായ വാഹനം, ഖൈറായ വീട്, ഖൈറായ ജീവിതമാർഗങ്ങൾ നീ തുറന്നു നൽകണേ അല്ലാഹ്. നീയാണ് റിസ്ക് കൊടുക്കുന്നവൻ അല്ലാഹ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ ومستودعها كله في كتاب مبين. ഈ
ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകാൻ കൽപ്പുള്ളവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ്. കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂതനങ്ങൾ പൊലിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നു പോകുന്നതായ പക്ഷിപറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിക്കുന്ന റാസിഖായ അല്ലാഹ്. ആർത്തിരമ്പി വരുന്ന കടലിന് ആഘാതമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകളെ വേണ്ട വിധത്തിൽ ആഹാരം നൽകുകയും ചെയ്തുകൊണ്ട് നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ അല്ലാഹു അവൻ റാസിഖാണ്. റാസിഖാണ്. അവന്റെ മുന്നിൽ ചോദിക്കുന്നതിന് മടിക്കല്ല മുസ്ലിമേ. വടകരയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസിനികളെ മനസ്സുരുക്കി ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. വർസുഖ്നി, എനിക്ക് നീ റിസ്കിന്റെ കവാടങ്ങളെ തുറക്കണേ അല്ലാഹ്. തീർന്നില്ല. വഹ്ദിനി, എനിക്ക് സന്മാർഗത്തിന്റെ പാന്താവ് നീ തെളിച്ചു നൽകണേ അല്ലാഹ്. ഒരുപാട് കള്ളത്തൊരീക്കത്തുകൾ, വ്യാജ തൊരീക്കത്തുകൾ അഹ്ലുസുന്നയുടെ പേരിൽ തന്നെ കടന്നു വരുന്ന കാലഘട്ടമാണ്. ഈ വ്യാജ തൊരീക്കത്തുകളിൽ നിന്ന് യഥാർത്ഥമാകുന്ന ദീൻ ഏതാണെന്ന് മനസ്സിലാക്കി എനിക്ക് നിലകൊള്ളാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. 5 വഖ്ത് നമസ്കാരത്തിലൂടെ അല്ലാഹുവിനോട് തേടുന്നതും ആ ഹിദായത്താണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് നയിക്കണേ അല്ലാഹ്. സിറാത്തുൽ മുസ്തഖീമിലേക്ക് എന്നെ നീ നയിക്കണേ അല്ലാഹ്. രാവിലെ സുബഹി നമസ്കരിച്ചിട്ട് രണ്ടാമത്തെ റക്അത്തിൽ ഖുനൂത്ത് ഓതുമ്പോഴും ആദ്യം തന്നെ കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത. നീ സന്മാർഗം കൊടുത്തതായ ആളുകളുടെ കൂട്ടത്തിലേക്ക് ഈ പാവപ്പെട്ടവനാകുന്ന എന്നെ നീ ചേർക്കണേ അല്ലാഹ്. ഈ പാവപ്പെട്ടവളെ നീ ഹിദായത്തിലാക്കണേ അല്ലാഹ്. അത്തഹിയ്യാത്തിലിരിക്കുന്ന അതേ ഇരുത്തത്തിൽ, ഇടയിലുള്ളതാകുന്ന ഇരുത്തത്തിൽ ഇരുന്നുകൊണ്ട് കുറഞ്ഞ സമയമുള്ള സമയത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുപോലെ ചോദിക്കണേ. വഹ്ദിനി, എനിക്ക് നീ സന്മാർഗത്തിന്റെ വാതിലുകൾ തുറന്നു നൽകണേ അല്ലാഹ്. തീർന്നില്ല. വആഫിനി, എനിക്ക് സുഖമില്ല റബ്ബേ, ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ എഴുതിയിരിക്കുകയാണ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലാഹ്. പനിയുണ്ട്, കഫക്കെട്ടുണ്ട്, തൊണ്ടവേദനയുണ്ട്, തലവേദനയുണ്ട്, കൈകാല് തരിപ്പുള്ളുണ്ട്, കടച്ചിലുണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട് അല്ലാഹ്. മാരകമാകുന്ന രോഗത്തിന് അടിമപ്പെട്ടവളാണ്, മാരകമാകുന്ന രോഗത്തിന് അടിമപ്പെട്ടവനാണ് അല്ലാഹുവേ. വആഫിനി, എനിക്ക് നീ സൗഖ്യം നൽകണേ അല്ലാഹ്. ഈ 7 വലിയ ദുആകളാണ് മുസ്ലിമേ ഇടയിലുള്ള ഇരുത്തത്തിലുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫമ്മജ്ലിസ് സ്വഹാബി, നീ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇരിക്കണേ. ഹത്താ തത്മഇന്ന ജാലിസാ, ആ ഇരുത്തത്തിൽ ഒന്ന് അനക്കമടങ്ങണേ. എന്നിട്ട് നീ ദുആ ചെയ്യണേ. റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. നമ്മളിൽ എത്ര പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. കാരണം സ്വഹാബിമാരിൽ പോലും തുടക്ക കാലഘട്ടത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോയവരുണ്ട്, ധൃതി പിടിച്ച് നിസ്കരിച്ചവരുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കുക, നിസ്കാരമല്ല, അങ്ങനെ തലകുത്തി മറിഞ്ഞിട്ട് നിസ്കാരമല്ല. എന്നിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു, ഈ നിസ്കാരം നീ നേരത്തെ 3 പ്രാവശ്യം നമസ്കരിച്ച നമസ്കാരം അത് മുനാഫിക്കിന്റെ നമസ്കാരമാണ്. തിൽക സ്വലാത്തുൽ മുനാഫിഖി സയ്യിദുനാ റസൂലുള്ളാഹി. അത് കപടവിശ്വാസികളുടെ നിസ്കാരമാണ്. കാക്ക രക്തം കുത്തിയെടുക്കുന്നത് പോലെ ധൃതിയിൽ വന്നുകൊണ്ട് നിലത്ത് കിടക്കുന്നതാകുന്ന എന്തോ സാധനം വന്ന് കുത്തി തിന്നുന്നത് പോലെ
ഒന്ന് തലകുത്തി മറന്നിട്ട് പോകുന്ന നമസ്കാരം, ആ നിസ്കാരം ആരുടെ നിസ്കാരം? മുനാഫിഖിന്റെ നിസ്കാരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഇപ്പോൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന ഈ അനക്കമടങ്ങിയിട്ടുള്ളതാകുന്ന ദിക്റുകൾ ചൊല്ലിക്കൊണ്ടുള്ള നിസ്കാരം, ഇത് മുസ്ലിമിന്റെ നമസ്കാരം. അല്ലാഹു ആ നമസ്കാരം ശ്രദ്ധിക്കാൻ തൗഫീഖ് തരട്ടെ. അതിലാണ് വിജയം. ഉമ്മ മകളെ നിസ്കരിക്കാൻ വേണ്ടി പറയാം, അപ്പം അമ്മ പോയി അടുക്കളയിൽ പോയി ജോലി ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അവൾ അവിടെ അതേ സ്ഥലത്തേന് ഇരിപ്പുണ്ട് മൊബൈലുമായിട്ട്. കാരണം വേഗം തന്നെ തലകുത്തി മറിഞ്ഞിട്ട് 2 മിനിറ്റ് മതി, പെട്ടെന്ന് തന്നെ ഒന്ന് കൊടുത്തിയാൽ. ഇതാണ് ഇപ്പോഴത്തെ നിസ്കാരം. ഈ നിസ്കാരം കൊണ്ട് ഒരു ഫായിദയില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാഹ് ഖാമൂ കുസാലാ يراؤون الناس ولا يذكرون الله إلا قليلا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ലോകരെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും മുനാഫിക്കുകളായ ആളുകൾ ആരെന്നറിയുമോ? പരിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് അല്ലാഹു വ്യക്തമായി പറഞ്ഞു നൽകുകയാണ്. വഇദാ ഖാമൂ ഇലസ്സലാഹ്, നമസ്കരിക്കാൻ വേണ്ടി മുസല്ല വിരിക്കാൻ പറഞ്ഞാൽ, നമസ്കരിക്കാൻ വേണ്ടി മുസല്ല വിരിച്ച് നിസ്കരിക്കാൻ നിന്നാൽ തന്നെ അലസതയാണ്, അലസതയാ. ഖാമൂ കുസാലാ, എങ്ങനെയെങ്കിലും ഈ നിസ്കാരം ഒന്ന് തീർന്നാൽ മതിയായിരുന്നു എന്നുള്ള ചിന്തയാ. അത് പുണ്യങ്ങളുടെ പൂക്കാലമായ സ്വർഗം പരിശുദ്ധമായി ആദരിക്കപ്പെട്ടതായ പവിത്രമായ റമദാൻ മാസത്തിൽ പോലും നമസ്കാരത്തെ ശ്രദ്ധയില്ലാ മടിയാൻ. തറാവീഹിന് പോലും മടി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അലസതയാ. എവിടെയെങ്കിലും കടന്നാൽ മതി. ഫുഡൊക്കെ അടിച്ച് 4 പള്ളിയിൽ നിന്ന് ഫുഡ് കഴിച്ചിരിക്കുന്നു. ഒരിടത്ത് ബിരിയാണി പൊതി ഉണ്ടെന്ന് പൊതിയ മേടിച്ചിട്ടുണ്ടോ, അടുത്തടുത്ത് കഴിക്കാണ്ട്. അപ്പൊ ഇവിടെ നിസ്കാരം കഴിഞ്ഞ് പൊതി വാങ്ങിച്ചിട്ട് അടുത്ത തൈക്കാവി പോയിട്ട് അവിടെ നല്ല പൊറോട്ടയും ബീഫും അടിച്ച്. പിന്നെ 3ാമത്തെ ഒരു കുടുംബ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിരുന്നു, അവിടെയും കഴിച്ച് 4ാമത് വീട്ടിൽ വന്നിട്ട് കഞ്ഞിയും കുടിച്ചു. വീട്ടിൽ കഞ്ഞിയാണ് എല്ലാ ദിവസവും 30 ദിവസം. ബാക്കിയെടുത്ത് റോന്ത് കിട്ടും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റമളാനാകുമ്പോ ഫുള്ള് ഫുഡ് തന്നെ, ഓട്ടത്തോടെ ഓട്ടം. എവിടെയൊക്കെ സ്പെഷ്യൽ ഉണ്ട്, എവിടെയൊക്കെ ഫുഡ് ഉണ്ട്, പിള്ളേർ ചെക്കന്മാരെല്ലാം ചോദിച്ചറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കൊണ്ടിരിക്കും. എന്തു ആയിക്കോട്ടെ, ഇതൊക്കെ കഴിച്ചിട്ടും ജമാഅത്തിന് പള്ളിയിൽ വരാൻ താല്പര്യമില്ലെങ്കിൽ പോയില്ലേ? തറാവീഹ് നിസ്കരിക്കാൻ മടിയാണെങ്കിൽ പോയില്ലേ? അതിനോട് അലസതയാണെങ്കിൽ പോയില്ലേ? വലിയ കാര്യമായിട്ട് മുസല്ലയൊക്കെ 10 മടക്കി 2 ഈർക്കിനെയും കൈ വെച്ചോണ്ടൊക്കെ വരുന്നതാണ്. കാരണം ഓരോ 2 റക്അത്ത് കഴിയുമ്പോൾ ഓടിച്ചോടിച്ച് വെക്കാൻ വേണ്ടി 10 കുപ്പി വെള്ളവും കഷത്ത് വെച്ചോണ്ട് റെഡിയായിട്ട് വരികയാണ് ഹാജിയാർ. പള്ളിയിൽ ഫ്രണ്ടിൽ കൊണ്ട് അവല് സഫിലൊക്കെ വെക്കും. കാര്യമായിട്ടുള്ള പരിപാടി. 2 റക്അത്ത് കഴിയുമ്പോൾ ഉടനെ മാമ ഫാത്തി ഓതി പകുതിയായി. അപ്പൊ അങ്ങനെ പൊറോട്ടൊക്കെ തിരിഞ്ഞൊക്കെ ഇങ്ങനെ നോക്കുക. കാരണം സ്കരിക്കാനുള്ള മടിയുണ്ടായി. അത്രയെങ്കിലും സമയം ലാഭിക്കാമല്ലോ. കൈകെട്ടണ്ട. കുറച്ചേരിങ്ങനെ തിരിഞ്ഞാൽ നോക്കി പിള്ളേരൊക്കെ ഇമാമിന്റെ ജോലി നോക്കുക. മൂപ്പര് മാമ സാധാരണ ഇതൊക്കെ നോക്കണ്ട. സഫ് ശരിയായത് മൂപ്പരെല്ലാം നോക്കുക. പൊറോട്ടിലൊക്കെ തിരിഞ്ഞൊക്കെ നോക്കി പെടലിയൊക്കെ ഒന്ന് ശരിയാക്കി അവസാനം പതുക്കെ ഒന്ന് കൈകെട്ടി വരുമ്പോഴത്തേക്കും വലദ്വാലിനായി. അപ്പൊ ആമീൻ പറയാൻ വേണ്ടി മൂപ്പര് കൈകെട്ടു. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവ്വല് തക്ബീറത്തുൽ ഇഹ്റാമിനോട് ചേർന്ന് നിൽക്കൽ വലിയ സുന്നത്ത്. അതൊക്കെ നഷ്ടപ്പെടുത്തും. എത്ര ആളുകൾ ഇങ്ങനെ കാണിക്കുന്നു. 4 റക്അത്ത് കഴിയുമ്പോൾ ഒരു കാവെടുത്ത് അങ്ങോട്ട് കുടിക്കുന്നത് എടുക്കുന്നു. ഭയങ്കര സംഭവം. ഭയങ്കര അലന്തരം മുതൽ പോകുന്ന പള്ളി നോക്കി പോയേക്കുന്നത്. കാണിക്കുന്ന വലിയ സംഭവമാണെങ്കിൽ കുഴപ്പമില്ല. ഈ കണ്ണൂര് പുറത്തിൽ എന്ന് പറയുന്ന വലിയൊരു മക്കാമുള്ള ഒരു പരിസരമുണ്ട്. വലിയൊരു പവിത്രമായ ഒരു മക്കാമുള്ള അബ്ദുൽ ഖാദിർ സാനി എന്നറിയപ്പെടുന്ന വലിയൊരു മഹാൻ അടങ്ങിയിരിക്കുന്ന ഒരു മക്കാമാണ്. കണ്ണൂർ ടൗണിൽ നിന്നൊരു 8 കിലോമീറ്റർ. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ചതാകുന്ന കുറെ വിറുതുകളും ഔറാദുകളും ഒക്കെ ചേർത്ത് വെച്ച് തറാവീഹ് നിസ്കരിക്കുന്നവരുണ്ട്. അവിടെ തറാവീഹ് അവിടെ തുടങ്ങുന്നത് രാത്രി 12 മണിക്കാണ്. 12 തുടങ്ങി 4 മണിക്കാ തീരുള്ളൂ. സുബഹിക്ക് തീരുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതേ സിസ്റ്റം. കാരണം ഓരോ 4 റക്അത്ത് കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ച കുറെ ഔറാദുകളുണ്ട്. അതൊക്കെ ചെല്ലിയിട്ടാണ് ഓരോ 4 റക്അത്ത് കഴിയുമ്പോഴും പോവുക. രാത്രി ഒരു 11:30-12 ആകുമ്പോഴേ തുടങ്ങുക. സുബഹിയോടടുത്താണ് തറാവീഹ് തീരുക. ഇപ്പോഴും ആളുകൾ അവിടെ നമസ്കരിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. 20 റക്അത്ത് കഴിയുമ്പോൾ 4 മണി 4:30 അന്ന് തുടങ്ങി വെച്ചത് ഇന്നും അത് തുടർത്തിക്കൊണ്ടുവരുന്ന മഹല്ല. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമുക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ബർക്കത്ത് ഒന്ന് കൊണ്ടുവന്നോളൂ ഇൻഷാ അല്ലാഹ്. നല്ലൊരു സ്വതക്ക എല്ലാവരും നല്ല നിയ്യത്ത് വെച്ച് കൊടുക്കും.
എല്ലാവരും ഇൻഷാ അല്ലാഹ് കാര്യമായിട്ട് കൊടുക്കുക. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. ആമീൻ പറയും. ആമീനില്ല ഇവിടെ. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. സബസാബീതു ആമീന സുറായില സറാ ثانيا ما ثالثا بل ثاني الأمثال لا إله إلا الله لا إله إلا الله محمد رسول الله. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. സദഖ നീ ഖബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തുകളെ സാധൂകരിക്കണേ അല്ലാഹ്. ഏതെല്ലാം നിയ്യത്തുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ നീ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങളെ പ്രയാസങ്ങളെ നീക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുവിപത്തുകളെ തൊട്ട് പരിപൂർണമായ കാവൽ ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. പരലോകത്തേക്ക് ഗുണകാംക്ഷിയാകുന്ന ഒരുപാട് നന്മകൾ ഞങ്ങളുടെ ശിഷ്ടകാലഘട്ടത്തിൽ ജീവിതത്തിൽ ചെയ്തു വെക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകട്ടെ. അപ്പൊ നിസ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളായി ഇപ്പൊ പറഞ്ഞു വന്നത്. അതിൽ അലസത വെക്കാൻ പാടില്ല, വളരെ ശ്രദ്ധിക്കണം. അനക്കമടങ്ങൽ നിർബന്ധമാണ്. ഓരോന്നിലും സ്പീഡിൽ നിസ്കരിച്ച് പോവുകയും ചെയ്യരുത്, വളരെ ശ്രദ്ധിക്കണം. എന്തായാലും ഒന്നു എടുക്കുന്നു, എന്തായാലും നിസ്കരിക്കുന്നു, മുസല്ലവിരിക്കുന്നു. അപ്പൊ ആ നിസ്കാരം നല്ല റാഹത്തായിട്ട് ചെയ്താൽ വലിയ ഗുണമുണ്ടാവും. ദുനിയാവിലെ എല്ലാ കാര്യവും റാഹത്താവും, ആഖിറവും റാഹത്താവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹ് ഖുർആനിലൂടെ പറയാണ്, നിസ്കരിക്കാൻ വന്നാൽ അലസത കാണിക്കുന്നവരുണ്ടോ അവർ മുനാഫിക്കാണ്, കപട വിശ്വാസികളാണ്. നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചിന്തിക്കും. ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിൽ ഉൾപ്പെടും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. തറാവീഹ് കഴിഞ്ഞ ആദ്യം നോക്കുന്നത് ക്ലോക്കിലേക്കാണ്. ഇന്നിപ്പോ ഇമാമ് 10:05 സാധാരണ തീരും. 10:05 തന്നെയാണോ തീർന്നത്? അതല്ല 3 മിനിറ്റ് അപ്പുറത്തോട്ട് പോയോ? നേരത്തെ നിർത്തിയോ? നേരത്തെ നിർത്തിയെങ്കിൽ ഇമാമിനെ വിളിച്ചോണ്ട് ഷവർമ കഴിക്കാൻ പോകും റാഹത്തായിട്ട്. നേരത്തെ നിർത്തിയതിന്റെ വക ഒരു ട്രീറ്റ്. അഥവാ 2 മിനിറ്റ് കഴിഞ്ഞു പോയാൽ ഖത്തീബിന്റെ റൂമിൽ ചെല്ലും. കൈമടക്ക് കൊടുക്കാനാന്ന് കരുതി ഖത്തീബ് വരവേക്കും. ആ ഹജിയാരിക്കുന്നത് 3 മിനിറ്റ് വൈകിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയി. ഇതൊക്കെയാണ് നമ്മുടെ ഖൗമ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. എത്രയും വേഗം ഒന്ന് തീർത്തിട്ട് ഒഴിയാന്നുള്ള ചിന്താഗതിയാണ്. ഇതൊക്കെ ഒരു മടിയാക്കി കഴിഞ്ഞു. കാരൊക്കെ ഒരു അലസതയാണ്, വെറുതെ ഒരു കാട്ടിക്കൂട്ടലാണ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്നതായ ആളുകളെ ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്നവരെ നിങ്ങൾ മുനാഫിക്കാണ്, മുനാഫിക്കാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ സ്വഹാബത്ത് ഇതാ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദജ്ജാലിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അവസാന കാലഘട്ടത്തിൽ ജനങ്ങളെ ഫിത്നയിലാക്കാൻ വരുന്ന ദജ്ജാലിനെ കുറിച്ചുള്ള ചർച്ചയിൽ നിലകൊള്ളുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരുടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് പറയുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മേൽ ഭയക്കുന്നത്, ദജ്ജാലിനേക്കാൾ ഭയക്കുന്നത് അശ്റുക്കുൽ ഖഫിയു, രഹസ്യമായ ശിർക്കാണ്, പങ്കു ചേർക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. രഹസ്യമായ അല്ലാഹുവിനോടുള്ള ആരാധനയിലുള്ള പങ്കു ചേർക്കലാണ് ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും വലിയ അവസാന കാലഘട്ടത്തിലെ ഫിത്നയായി റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് ദജ്ജാലിന്റെ ഫിത്ന. അതുകൊണ്ടാണല്ലോ അത്തഹിയാത്തിൽ, അവസാനത്തെ അത്തഹിയാത്തിൽ ഇരുന്നുകൊണ്ട് ഓരോ വിശ്വാസിനികളും ആ ദജ്ജാലിനെ തൊട്ട് കാവൽ തേടാറില്ലയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹി അദ്ദജ്ജാൽ.
ഖബറിന്റെ ശിക്ഷയെ തൊട്ട് നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് ജീവിതത്തിലും മരണാസന്ന വേളയിലുമുള്ളതാകുന്ന ഫിത്നകളെ തൊട്ട് കാവൽ തേടുന്നതിനോടൊപ്പം അവസാനമായി കാവൽ തേടാ റസൂലുള്ളാഹി പഠിപ്പിച്ചത് ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഈ ദജ്ജാലിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാമിൻ നബിയിൻ ഇല്ലാ വഖദ് അൻവറ ഖൗമഹു അനിൽ മസീഹി ദജ്ജാൽ. ലോകത്ത് കടന്നു വന്നിട്ടുള്ളതായ എല്ലാ അംബിയാ മുർസലീങ്ങളും ദജ്ജാലിനെ കുറിച്ച് അവരുടെ സമുദായത്തോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടത്രേ. അവസാന കാലഘട്ടത്തിൽ മുത്തുനബിയുടെ കാലത്ത് വരുന്നതായ അഥവാ നബിതങ്ങളുടേതാകുന്ന സമുദായത്തിൽ വരുന്നതായ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ അംബിയാ മുർസലീങ്ങളും അവരുടെ മതാകുന്ന സമുദായത്തോട് മുന്നറിയിപ്പ് നൽകിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനാണ് അത്രയേറെ ഫിത്ന വരുത്തുന്ന വ്യക്തിയാണ് ദജ്ജാൽ. അവനെ കുറിച്ച് അറിയൽ നിർബന്ധമാണ്. ആ ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സദസ്സിലേക്ക് നബി തങ്ങൾ കടന്നു വന്നിട്ട് പറയുകയാണ്, സ്വഹാബ, ഈ ദജ്ജാലിനേക്കാൾ കൂടുതൽ ഫിത്ന നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ഒരു കാലഘട്ടം കടന്നു വരും, അങ്ങ് ജനങ്ങൾക്കിടയിൽ അവർ ചെയ്യുന്നതാകുന്ന അമലുകളിൽ പാളിച്ചയുണ്ടാകുമേ. അശ്റുകുൽ ഖഫിയു, രഹസ്യമായി അല്ലാഹുവിനോടുള്ള പങ്കു ചേർത്തുള്ള ആരാധനയാണ്. സഹാബത്ത് ചോദിക്കുകയാണ്, വമശ്റുകുൽ ഖഫിയു യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് ഈ ശിർകുൽ ഖഫിയു, രഹസ്യമായ ശിർക്ക് ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ശിർകുൽ ഖഫി എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി അവൻ നമസ്കരിക്കുന്നുണ്ട്, മറ്റൊരാൾ അവന്റെ നമസ്കാരം കാണുമ്പോ ആ നമസ്കാരത്തിനെ മോടി പിടിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അതിനെ കൂടുതൽ നന്നാക്കാൻ പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ, ആളുകൾ കാണാൻ വേണ്ടിയുള്ള അമൽ ചെയ്യലായി മാറിയാൽ അത് അല്ലാഹുവിനോടുള്ള ആരാധനയിൽ പങ്കു ചേർത്തുള്ള ആരാധനയാണ്. ദജ്ജാലിനേക്കാൾ വലിയ നാശമാണ് അതുകൊണ്ടുണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളിൽ അതല്ലേ, ഇന്ന് എത്ര ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പോക്കുന്നുണ്ട്, എല്ലാ കാര്യവും വിളിച്ചു പറയാണ്. ഞാൻ 10 ഉംറ ചെയ്തു, 4 ഉംറ ചെയ്തു, അങ്ങനെ ചെയ്തു, കഅബയുടെ കില്ല എങ്ങനെ പിടിച്ചു, അതെങ്ങനെ പിടിച്ചു, ഖുർആൻ അങ്ങനെ ഓതി, രാത്രി നിന്നുകൊണ്ട് ഓതി, എല്ലാം പറയാം. 70,000 ദിക്ർ ചൊല്ലി, 40,000 ഖത്ത് ഓതി, ഒക്കെ അങ്ങനെ വെളിപ്പെടുത്തുക. എന്തെങ്കിലും ചെയ്തെങ്കിൽ അവിടെ കടക്കല്ല, എല്ലാവരെയും അറിയിക്കുക, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്തു. തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോ അങ്ങനെ കണ്ടു. കാരണം തഹജ്ജുദ് നിസ്കരിക്കുന്നുള്ളത് നൈസായിട്ട് അങ്ങ് അറിയിച്ചു കൊടുക്കുക. ഇങ്ങനെ മറ്റുള്ളവരുടെ അമലിനെ പറ്റി പറയൽ ഇത് ദജ്ജാൽ വരുന്നതിനേക്കാൾ വലിയ നാശമുണ്ടാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വമാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അല്ലാഹുവിനെ കുറിച്ച് അവർ ഓർക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? കുറഞ്ഞ സമയം മാത്രം. നമ്മൾ എത്ര നേരമാണ് ഒരു ദിവസം 24 മണിക്കൂറുണ്ട്, എത്ര നേരം അല്ലാഹയെ ഓർക്കുന്നുണ്ട്? ആകെ ഓർക്കുന്നത് നിസ്കാരത്തിലാണ്. നിസ്കാരം പോലും ശ്രദ്ധയില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون. നമസ്കാരത്തിൽ വളരെ ഭയഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി നമസ്കാരത്തെ ഗൗനിക്കുന്നതായ സത്യവിശ്വാസികളെ അവർ വിജയിച്ചവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കണം, നമസ്കാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനോട് അലസത വെച്ചാൽ ഈ കോലത്തിലാകും. മുനാഫിക്കീങ്ങളാവും. മുനാഫിക്കായാലോ മുനാഫിക്കീങ്ങളുടെ അവസാനം എവിടെയാണ് അവരെത്തുക? അല്ലാഹ്. ഇന്നൽ മുനാഫിഖീൻ ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ വലാ തജിദ ലഹും നസീറാ. കപട വിശ്വാസികളായ ആളുകൾ, നമസ്കാരത്തെ അലസത വെക്കുന്നതായ ആളുകളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്നതായ ആളുകൾ, കുറഞ്ഞ സമയം മാത്രം അല്ലാഹുവിന് വേണ്ടി നമസ്കരിച്ചുകൊണ്ട് വേഗം നമസ്കാരത്തെ ചുരുക്കുന്നതായ ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായും മുനാഫിക്കീങ്ങളാണ്. ആ മുനാഫിക്കീങ്ങൾ എവിടെയാണ് എത്തിച്ചേരുക? അല്ലാഹു ഖുർആൻ ഉറപ്പെടുത്തുകയാണ്, ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ.
നരകത്തിന്റെ ഏറ്റവും അടിത്തട്ട് അവർക്കാണുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ. വലാ തജിദ ലഹും നസീറാ, അവരെ സഹായിക്കാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല എന്ന് വിശുദ്ധമായ ഖുർആൻ.